ട്രിപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഹലോ ഗൈസ്, നമ്മൾ എവിടെയാണ് പോകുന്നത്? 2 ദിവസം കഴിയുമ്പോ 2 ദിവസം കഴിയുമ്പോൾ 2 days to go. ഞങ്ങൾ വണ്ടറിലേക്ക് ട്രിപ്പ് പോവാണ്. എന്തെങ്കിലും പറ. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഛർദിച്ച് അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുന്നത്. മാക്സിമം എൻജോയ് ചെയ്യാണ്. സൂപ്പർ, അടിപൊളി. ബൈ ബൈ, കാണാം. ആരെങ്കിലും മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ മറക്കണ്ട. അതിന്റെ മരുന്നൊക്കെ എടുത്തോണോ? വെള്ളം ചേച്ചി മാത്രം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കളി തമാശ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ പ്ലാൻ അല്ലേ? ഇൻഹേലറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എടുക്കാൻ മറക്കണ്ട. അയ്യോ, ആദ്യം കൊണ്ട് തരാവോ? എന്തൊരു പുതിയതായിട്ട് യൂസ് ചെയ്യാൻ മരിയ, ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് താങ്കൾ? വളരെ നല്ല ട്രിപ്പാണ്. ഞങ്ങള് മാർച്ച് 3-ാം തീയതി ഞങ്ങള് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ്ണുപ്രിയ ചേച്ചിക്ക് എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാൻ? വളരെ നല്ല കവർ എത്ര എടുക്കണമെന്ന് അറിയത്തില്ല. ഭയങ്കര ചർച്ചയിലാണ്. നമ്മള് വണ്ടറിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പൊ നമുക്ക് കാണാം, ബാക്കി വഴിയെ കാണാം എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. ചൂടുള്ള ഡിസ്കഷനാണ്. എല്ലാവരും കാണുന്നുണ്ടോ? ഇത് ഞങ്ങളുടെ കല്ലട ഐക്യർ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. ഞങ്ങൾ അപ്പൊ കാണാം ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മള് കല്ലട ഐക്യർ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാരും ഇവിടെ ഉണ്ട്. നമ്മള് ട്രിപ്പ് പൊളിക്കാൻ പോവാണ്. ഷെല്ലി ചേച്ചി, come on. Hi guys. Hanadim Manik fan. Finally. Marlene, come on.
ഒരു ദിവസം കിട്ടുന്ന ഓക്കെ അമ്മ ചേച്ചി ചായ എങ്ങനെയുണ്ട്? ചായ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചായ എന്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ട് ഇതുപോലെ കോഫി ഇതുവരെ കുടിച്ചിട്ടില്ലെന്നാ പറഞ്ഞു. ട്രിപ്പ് എങ്ങനെയുണ്ട്? ട്രിപ്പ് സൂപ്പർ ഫാന്റാസ്റ്റിക്. ചേട്ടന് വല്ലതും പറ്റുമോന്ന് എനിക്ക് പേടി. കൊണ്ടുവന്നൊക്കെ കഴിക്കുന്നുണ്ട്. വണ്ടി ഓടിക്കണം. എന്താ ചേട്ടൻ കൈ കഴുകാണ്? എന്താ പറയാനാ? ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്ന അവർക്ക് നമ്മൾ താങ്ക് യു. നിന്ന് സഹായിച്ചവരകത്ത് വേണ്ട. ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫസ്റ്റ് ഇതെന്താ സാധനം? കിണ്ണത്തപ്പം ഉണ്ടാക്കിക്കൊണ്ടുവന്ന അമ്പളി ചേച്ചി, നമ്മുടെ ഏത്തക്ക പുഴുങ്ങാതെ അതേപടി എടുത്തിട്ട് വന്ന വിഷ്ണുപ്രിയ ചേച്ചി, നമ്മുടെ ചപ്പാത്തി റോൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന രഹന, ചിക്കൻ ഉണ്ടയാ. നമ്മള് കലവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ചായയും സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ്. ഷെല്ലി അവിടെ പേ ചെയ്യുവാണ്. ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുളിച്ച് അവര് വെള്ളം വാങ്ങിച്ചു ഡാൻസ് കളിച്ച് തളർന്ന ഞങ്ങൾ അമ്മ ചേച്ചി ഡാൻസ് കളിച്ച് തകർന്നു. ഞാൻ തളർന്നില്ല കുട്ടിയെ, തളർന്നില്ല. ഇനി ഒരു പാട്ടിട്ടാലും തുള്ളാറേ. പെർഫെക്റ്റ്ലി ഡിസ്കഷൻ ആണ്. നമ്മളിനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മളിപ്പോ കൊണ്ടുവന്ന ഫുഡ് ഞാൻ വേറെ കുളിച്ച് ഞങ്ങള് നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പഞ്ചസാര ഉപ്പിട്ടിട്ടുള്ള സോഡ നാരങ്ങ. സോഡ നാരങ്ങ ഒന്നും പറഞ്ഞ ചേച്ചി. സോഡ നാരങ്ങ വെള്ളം. അതെ, സോഡ നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാണ്. മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് വെറുതെ കുഴപ്പമില്ല. നമ്മള് റൈഡിലെ കൂടെ കയറി അതിന് മുന്നേ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വേണം. ഇപ്പൊ എല്ലാം ഒലിച്ചാണ്. ഇതാണ് 360 റൈഡ്. ഇതൊരു ഒന്നൊന്നര റൈഡായിരുന്നു മോനെ. ഭൂമി ഏതാ ആകാശം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായിപ്പോയി. ഛർദിച്ച് വിളി ചത്തില്ലെങ്കിൽ വിളയും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. എന്താണ് ഇപ്പൊ തോന്നുന്നത്? അതിനിപ്പോ കേറി കഴിയുമ്പോ പറയാം. അയ്യോ, അങ്ങനെ 360ക്ക് ശേഷം ഈ കാണുന്ന അടാറ് സംഭവത്തിലോട്ടാണ് പോയത്. എന്തായാലും പച്ചവെള്ളം പോലും കുടിക്കാതെ പോയത് നന്നായെന്ന് തോന്നിപ്പോയി.
അമ്മാതിരി കുലുക്കമായിരുന്നു. മേളോട്ടാണോ താഴോട്ടാണോ, ഭൂമിയിൽ ഇറങ്ങിയപ്പോഴത്തേന് സമാധാനമായി. എന്തായാലും സംഗതി കലക്കി. അമൃതേച്ചി കിടക്കണുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ. One, two, three, go. എടുത്തോട്ടാ, അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുക്കാം. അവളുടെ ഡ്രസ്സല്ലേ ഞാൻ കൊടുക്കുന്നു. എങ്ങനെ കാണിക്കണമെന്ന് ഞാനാ ഇല്ല പേടിക്കണ്ട. അതെന്തായാലും കത്തില്ലെങ്കിൽ കാണും. അടിപൊളിയല്ലേ? അങ്ങനെ റൈഡിലൊക്കെ കയറി തലയും കുത്തി മറിഞ്ഞിട്ട് ഇതാ ഇപ്പം പോകുന്നത് റെയിൻ ഡിസ്കോയിലോട്ട്. അപ്പം അവിടെ കാണാം. അവസാനം ഞങ്ങൾ വന്നത് വേൾപൂളിലോട്ടാണ്. ഇതിനു മുന്നേ കയറിയ ഒരു റൈറ്റും ഉണ്ട്. റീകോയിൽ എൻ്റെ പൊന്നെ ഏറ്റവും ഫ്രണ്ടിൽ ചെന്നിരുന്ന് വീഡിയോ എടുക്കുന്ന പോയിട്ട് ശ്വാസം എടുക്കാൻ പറ്റുമെന്ന് സംശയം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കണ്ണ് തുറന്ന ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്നല്ല, എൻ്റെ കൂടെ കയറിയ ഒരെണ്ണവും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ പേടിക്കുന്നത്.